വികസനവും ജനാധിപത്യവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു നേതാവാണ് നമ്മുടെ വി ഡി സതീശൻ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പം എൻ്റെ ചോദ്യം അതല്ല. അപ്പം വളരെ വലിയൊരു വിഷനൊക്കെ ഉള്ള ഒരു മുഖ്യമന്ത്രി ആയിട്ട് പോലും ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ ഒരു പടയൊരുക്കം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ സാറിന് അത് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നിഷേധിക്കാൻ ഒക്കില്ല. കറക്റ്റ് പടയൊരുക്കം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് KPCC ജനറൽ സെക്രട്ടറി നയാസ് കത്ത് കൊടുത്തിരിക്കുകയാണ്, അത്യാവശ്യമായിട്ട് KPCC ജനറൽ ബോഡി യോഗം വിളിക്കണം. അതുപോലെ തന്നെ വേറൊരു KPCC ജനറൽ സെക്രട്ടറി അഭിലാഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ നിയമനമാണ്. ശേഷാദ്രി നാഥിനെ തിരഞ്ഞെടുത്തതിലും ഇലക്ഷൻ കമ്മീഷൻ, പഴയ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥനെ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് വെച്ചതിലും മദ്യത്തിന്റെ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കണം. അതുകൊണ്ടാണ് KPCCയിലുള്ള ചില DCCയിലുള്ള ചിലരെല്ലാം മുഖ്യമന്ത്രിക്കൊരു കടിഞ്ഞാൺ വേണം, മുഖ്യമന്ത്രിയെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിയന്ത്രിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഇതൊന്നും KPCCയുടെയോ നേതാക്കളുടെയോ അല്ല, മുഖ്യമന്ത്രി മോഹിയായ KC വേണുഗോപാലിൻ്റെ തലകളാണ്, വാലുകളാണ് ഇതെല്ലാം. ഇപ്പോൾ ഉദാഹരണം, അദാനിയുടെ MSC മെറിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഓഹരി സംബന്ധിച്ച് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. കോൺഗ്രസ് കമ്മിറ്റി അറിഞ്ഞിട്ട് വേണമെന്ന് KC വേണുഗോപാൽ ഒരു ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചിലപ്പോൾ വിളിച്ചു കാണും, നമുക്ക് അറിഞ്ഞൂടല്ലോ. അത് ഇതാണ്, ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രി പാർട്ടിക്കുപരി തിളങ്ങുന്നോ എന്നുള്ളൊരു വിഷയം ഉണ്ട്. കാരണം KCക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതേസമയം ഹോമും അതാണ്. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ അത്ര രസചേർച്ചയിലല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ പറയുന്നു. അപ്പോൾ പലതും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. പണ്ട് നമുക്ക് സരിതാ കേസ് ഇരുന്നപ്പോൾ അറിയാം, വന്നപ്പോൾ പുറം വാതിലിൽ കൂടി അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി എല്ലാം കൺട്രോൾമെൻറ്റ് ഹൗസിൻ്റെ അവിടെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂരുമായിട്ട് രഹസ്യ ചർച്ചകളുണ്ടായിരുന്നു. ഇതെല്ലാം BJP വരരുത്. 5 വർഷം LDF, 5 വർഷം UDF, ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കേരളത്തിലുണ്ട്. വേറൊരു മൂന്നാമതൊരു NDA കക്ഷിയോ വേറൊരു കക്ഷിയോ ഇവിടെ വരരുതെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കേസുകൾക്ക് ഇവരെല്ലാം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ കണ്ടില്ലേ, വെളുപ്പം രാവിലെ 6:30-7 മണിക്ക് ഹെൽമറ്റ് പോലും വയ്ക്കാതെ പഴയ ഒരു മന്ത്രി ഹോം മിനിസ്റ്ററെ കാണാൻ പോയത്. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ അന്തഃപുരങ്ങളിലെ അടിയൊഴുക്കുകളാണ്. അവരുടെ ലക്ഷ്യം ഇതെല്ലാം BJP കേരളത്തിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ UPയും രാജസ്ഥാനും ഡൽഹിയും മധ്യപ്രദേശും പോലെ തിരിച്ച് കിട്ടൂല. പിന്നെ ഇവരുടെ രാഷ്ട്രീയ ഭാവികളെല്ലാം പോയി. ഇവർക്കൊക്കെ വേറെ എന്ത് തൊഴിലറിയാം, വേറെ എന്തെങ്കിലും പണി അറിയാമെന്നുള്ള, ഇലക്ട്രിക് പണി അറിയാമെന്നുള്ളവരാണ്. ഒരു പണി അറിയാമെന്നുള്ളവരല്ലല്ലോ, രാഷ്ട്രീയം വെച്ച് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ ഇതൊരു കാലാകാലങ്ങളിൽ ഇടത് കാലില്ല മന്ത് വലത് കാലിൽ, വലത് കാലില്ല മന്ത് ഇടത് കാലിൽ, മൂന്നാമൊരു കാലിൽ മന്ത് വരുവാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ആക്ഷേപങ്ങൾ കോൺഗ്രസിനകത്തുണ്ട്. അസംബ്ലിയിലുള്ള ഒരു ബഹുമാനപ്പെട്ട MLA പറഞ്ഞിട്ടില്ല, 3 MLAമാരെ കുറ്റപ്പെടുത്തുക. BJPയുടെ 3 MLA, NDAയുടെ 3 MLAമാർ BB ഗോപകുമാർ ഫ്രണ്ട് ബെഞ്ചിലിരുന്നത് വിൻസെൻ്റ് MLAക്ക് സഹിക്കുന്നില്ല. രണ്ടാമത്തെ ബെഞ്ചിലായിപ്പോയി രാജീവ് ചന്ദ്രശേഖർ എന്ന്, പിന്നെ അറ്റത്തായിപ്പോയി B മുരളീധരൻ എന്ന്. ഇതൊക്കെ എന്ത് ബാലിശമായ ആരോപണം. അവർ കംപ്ലീറ്റ് ഭരിച്ച് മുടിച്ച് ഇന്ത്യയിൽ ഒന്നുമില്ല. അവസാനത്തെ കച്ചിത്തുരുമ്പ് കേരളവും തെലങ്കാനയും കർണാടകവും ഹിമാചലും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പം വി ഡി സതീശനെ വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് മാം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വിഷനുണ്ട്. നമ്മുടെ മേയറിനെ പോലെ തന്നെ മേയറും, അതാണ് പറയാൻ ഞാൻ വന്നത്, മേയറും മുഖ്യമന്ത്രിയും നയപരമായ കാര്യങ്ങൾ ഒന്നിച്ചു പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനം സാധ്യമാകും. ശരിയാണ്. കേന്ദ്രത്തിൽ പറ്റിയിട്ടുള്ള അബദ്ധം എന്താണ്? ഈ അദാനി പോർട്ട് ഇത്രയും വികസിച്ചുകൊണ്ട് വരുമ്പം അവിടെ ഒരു വിള്ളൽ വരുത്തുകയാണ്. ഇപ്പം MSC കമ്പനി അദാനി തമ്മിൽ എഗ്രിമെൻ്റ് ആയിക്കോട്ടെ, പക്ഷേ അത് ഭരണഘടനാപരമായ നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻറ്റിനാണുള്ളത്, സംസ്ഥാന ഗവൺമെൻറ്റിനില്ല. സംസ്ഥാന ഗവൺമെൻറ് ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിൻ്റെ ഭരണകാര്യത്തിൽ ഇടപെടണം. കേന്ദ്രവും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്വകാര്യ സംഭാഷണത്തിൽ ഞാനും മാമും
ചാനലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. മാനേജ്മെൻറ്റ് അറിയണമെന്നില്ലല്ലോ. അതേപോലെ അദാനി MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ സായിപ്പുമായിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് മറ്റ് ഷിപ്പിംഗ് കമ്പനികളായിട്ടുള്ള വലിയ വലിയ കമ്പനിയുണ്ട്, CMA, CG ലോജിസ്റ്റിക്സ്, അതുപോലെ ഹുണ്ടായി കമ്പനി 48,000 50,000 40 കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കമ്പനിയാണ്. MSCയെക്കാളും വലിയ കമ്പനിയാണ്. അത് കിയ കമ്പനി അവരുടെ ഓണർഷിപ്പിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എവർഗ്രീൻ ഉണ്ട്, 7 രാജാക്കന്മാരുടെയാണ് എവർഗ്രീൻ. ഇങ്ങനെ പല പല മൾട്ടിനാഷണൽ കമ്പനി കൊണ്ടുവരാൻ അദാനിക്ക് കഴിയുകയില്ല. 180-ൽ പരം ഷിപ്പുള്ള MSCക്ക് മാത്രമേ ഈ കമ്പനികളുമായിട്ട് ഷിപ്പിംഗ് ലൈൻ അസോസിയേഷനോട് ബന്ധമുള്ളൂ. അപ്പോൾ അദാനി MSCയും കൂടെ പാർട്ട്ണറാക്കിയാൽ ഈ വൻകിട കമ്പനികളെല്ലാം വിഴിഞ്ഞത്ത് വരും. നമ്മുടെ തിരുവനന്തപുരത്തിനെല്ലാം നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു വലിയ നേട്ടമാണ്. രാജ്യം രണ്ടാമത് തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും വൻ ഡെവലപ്മെന്റ് ആണ്. ഇത്രയും വലിയ 48,000 50,000 TU കപ്പാസിറ്റിയുള്ള വലിയ വലിയ കമ്പനികൾ തിരുവനന്തപുരത്ത് വന്നാൽ ആ കപ്പിത്താന്മാർ ഇവിടെ ഇറങ്ങി ടൂറിസം ഉണ്ട്, ലോഡ്ജിങ് നടക്കും, അവരുടെ ഫുഡുണ്ട്, ടൂറിസം വളരും, വലിയ ക്രൂ കപ്പലുകൾ വരും. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ വികസനത്തിന്റെ അനന്ത സാധ്യതകളാണുള്ളത്. അതിനൊരു തുരങ്കം വയ്പല്ലേ എന്ന് സംശയമുണ്ട്. കോൺഗ്രസ് അറിഞ്ഞിട്ട് വേണം ഇത്തരം സംസാരങ്ങൾ സംസാരിക്കാനെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു വാണിംഗ് പോലെയാ KC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സംശയത്തിന്റെ ദുർഗത നമുക്ക് തന്നെ ജനങ്ങൾക്കുണ്ട്. ഇപ്പൊ തന്നെ ലിങ്ക് റോഡ് വിഴിഞ്ഞമെല്ലാം പൂർത്തിയായി, കാർഗ പോകേണ്ട റോഡില്ല. അതിനു വേണ്ടി അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു, നിതിൻ ഗഡ്കരിയെ കണ്ടു. അതിൻ്റെ ചടുതലത മാറി ഡോക്യുമെന്റേഷൻ പ്രൊസീജിയർ ഭൂവുടമകൾക്ക് കൊടുക്കുവാൻ പോകുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ ഗ്രീൻ ബെൽറ്റ് മാറ്റി ഇനി കുറച്ചെന്തോ നിയമ തടസ്സങ്ങളേ ഉള്ളൂ. ഈ കുന്നുകൾ കൂടി അകത്ത് തുരന്നു പോകണമോ, അതിനെ വെട്ടി റോഡാക്കണമോ. അപ്പോൾ അത്തരത്തിലുള്ള പരിസ്ഥിതി മന്ത്രാലയമായിട്ടുള്ള കരാറുകൾ വന്നാൽ ഉടനെ ഭൂവുടമകൾക്ക് പൈസ കൊടുക്കും. ഒരു വർഷത്തെ കരാർ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ആഗസ്റ്റ് മാസം 17-നെന്തോ ലാസ്റ്റ് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത് ക്ഷണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പണി തുടങ്ങും. തുറമുഖം 2 വർഷം കൊണ്ട് പൂർത്തിയായെങ്കിൽ 1 വർഷം മതി ഈ 66 കിലോമീറ്റർ ലിങ്ക് റോഡ് പോയി കണ്ടെയ്നർ പോകാൻ വേണ്ടി. ആ റോഡ് വന്നാൽ തിരുവനന്തപുരത്തിൻ്റെ വ്യവസായ ഹബ്ബായി മാറും. 5 സിറ്റി വരുന്നു: നെടുമങ്ങാട് സിറ്റി, കിളിമാനൂർ സിറ്റി, വെഞ്ഞാറമൂട് സിറ്റി, ബാലരാമപുരം സിറ്റി, കാട്ടാക്കട സിറ്റി. തിരുവനന്തപുരം ജില്ലയ്ക്ക് തന്നെ 5 നഗരങ്ങൾ വരികയാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് 2 ജില്ല വരാൻ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് വിഴിഞ്ഞം അദാനി ഉള്ളതുകൊണ്ട് പുതിയൊരു ജില്ല നെയ്യാറ്റിൻകര രൂപീകരിക്കും. അപ്പോൾ വലിയ വലിയ തുറമുഖങ്ങൾ ജില്ലയിലാണ് ഇരിക്കേണ്ടത്, പഞ്ചായത്തിലല്ല. അപ്പോൾ അത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു നോംസുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരത്തിൻ്റെ വ്യാവസായിക തൊഴിൽ വരുമാന അനന്ത സാധ്യതകളെ തുരങ്കം വയ്ക്കുവാൻ മറ്റ് പോർട്ട് സിംഗപ്പൂരും കൊളംബോയും ദുബായിയും ഇടപെടുന്നു എന്നൊരു സംശയം ഇതിനകത്തുണ്ട്. പണ്ടൊരു സമരം നടന്ന ഓർമ്മയില്ലേ? ആ സമരമില്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് റോഡെല്ലാം റെഡിയായേനെ. അപ്പോൾ അതുകൊണ്ട് ലോജിസ്റ്റിക്സ്, വിദ്യാഭ്യാസ മേഖല വർധനവ് വരും, വിവിധ വിമാന കമ്പനികൾ വരും, വിവിധ തൊഴിൽശാലകൾ വരും, വിവിധ കസ്റ്റംസ് ക്ലിയറൻസ് ലോജിസ്റ്റിക് കമ്പനികൾ വരും, വിവിധ എന്താണ് പൂവാർ അടുപ്പിച്ച് കപ്പൽ നിർമ്മാണശാല പോലും കേന്ദ്രവും ഷിപ്പ്യാർഡും ആലോചിക്കുന്നു. ഇങ്ങനെ നല്ലൊരു പ്രവർത്തനം കേരളത്തിലേക്ക് വരുമെന്നുള്ളതിന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല VD സതീശൻ അത് മുടക്കുമെന്ന് തോന്നില്ല. അല്ല, VD സതീശൻ മുടക്കുന്നതല്ല. എല്ലാത്തിനും പാർട്ടിയിൽ ഒരു ചുവപ്പ് നാട വരികയാണ് എങ്കിൽ 100 ദിവസം ഉള്ളത് 1000 ദിവസം ആവൂലേ ഡെവലപ്മെന്റിന്? ഡിലേ ആയി. അതുകൊണ്ടാണ് പാർട്ടിയുടെ കടിഞ്ഞാണിൽ സതീശനെ ഇടണം. ഈ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറെ നിയമിച്ചു, രണ്ടാമത് ഈ ഇദ്ദേഹത്തെ നിയമിച്ചത്, അത് കഴിഞ്ഞിട്ട് ശേഷാദ്രിയുടെ നിയമനം, മൂന്നാമത് മദ്യം വില കുറഞ്ഞത് എല്ലായിടവും തുടങ്ങുന്നത് പഴയ നയമെന്ന് കോൺഗ്രസിൽ ഒരു വിഭാഗം എതിർപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് PSCയിൽ നടന്നിട്ടുള്ള പുതിയ പുതിയ അഴിമതികളും കാര്യങ്ങളും, ശബരിമലയിൽ വന്നിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കൾ ചരട് കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ മാമിന് പോയിട്ട് AICCയിൽ. അപ്പോൾ അത്തരത്തിലുള്ള കേസ് ഒതുക്കുവാൻ അത് മാറ്റി തീർക്കുമോ? ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിനപ്പുറം മൂന്നാമത് ഇതൊന്നും നോക്കാതെ തിരുവനന്തപുരം മേയർ എടുക്കുന്ന നടപടി പോലെ ഒരു ഗവൺമെൻറ് മൂന്നാമത് വരികയാണെങ്കിൽ ഈ 2 പാർട്ടി, ഇടതിനും വലതിനും, ഈ കേരളത്തെ നശിപ്പിക്കുകയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകണം. എങ്കിൽ മാത്രമേ തിരുവനന്തപുരത്ത്, മാം ആലോചിച്ച് നോക്കണം, തൊട്ടടുത്ത ജില്ലയിലാണ് ലോജിസ്റ്റിക്സിൻ്റെ ഹബ്ബുകൾ. ഏകദേശം 200-400 ഏക്കർ വസ്തു സ്റ്റാൻഡിങ് ഗവൺമെൻറ് ലോയിഡിനും സീമൻസിനും ഒക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കണം.
എന്ത് കേരളത്തിൽ വസ്തു ഇല്ലാത്തതുകൊണ്ടാണ്. നട്ടുകർ തിരിവുണ്ട്, അതുപോലെ കാട്ടാക്കട സ്ഥലമുണ്ട്, വിതുരയുണ്ട്. ഇവിടെ എല്ലാം ഈ കണ്ടെയ്നർ പാർക്കിംഗ് കൊടുത്താൽ 60 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. വിഴിഞ്ഞത്ത് കണ്ടെയ്നർ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് ഓടി വരാമല്ലോ. ഈ 120 കിലോമീറ്റർ കൊണ്ട് നാഗർകോവിലിൽ നിന്നും നാഗരിയിൽ നിന്നുമൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടുത്തെ വ്യവസായ ഹബ്ബുകളെല്ലാം തൊട്ടടുത്ത ജില്ല തിരുനെൽവേലിയും കന്യാകുമാരിയിലും മാട്ടുപ്പെട്ടിയിലും എല്ലാം മാറിപ്പോകുന്നു. വെറും പോർട്ട് ഇവിടെ ഇത്രയും കാലമായി, പോർട്ട് 2.5 വർഷമായി തുടങ്ങിയിട്ട് എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം വിഴിഞ്ഞത്ത് ഇതുവരെ വന്നിട്ടില്ല. ഗവൺമെൻറ്റുകളുടെ പിടിപ്പുകേടാണ്. ഈ റോഡായിരുന്നുവെങ്കിൽ ഈ വലിയ കപ്പലിൽ വന്നിട്ട്, മദർഷിപ്പിൽ വന്നിട്ട് ഫീഡർ ബസ്സിൽ പോകുന്ന കാറുകളെല്ലാം ഇവിടെ ഇറക്കി ക്ലിയറൻസ് ചെയ്താൽ ഇവിടെ തൊഴിൽ സാധ്യത കൂടും, ഇവിടെ കസ്റ്റംസ് നികുതി വരും, ഇവിടെ പോർട്ടിന് വാടക വരും, ഇവിടെ ലാൻഡിംഗ് ചാർജ് വരും, ഇവിടെ ജോബ് സാധ്യത കൂടും. ഈ 3 വർഷമായിട്ടും തിരുവനന്തപുരത്തോ വിഴിഞ്ഞത്തിനോ കേരളത്തിനോ ഒരു ജോബ് സാധ്യതയുമില്ല. എന്താണെങ്കിലും വി ഡി സതീശൻ കുലുകൂല ഈ കണക്കാണെങ്കിൽ മിക്കവാറും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനം പോലെ കേരളത്തിലും കോൺഗ്രസ് പിളരും. കോൺഗ്രസ് പിളർന്ന് വേറൊരു പുതിയൊരു കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടാക്കി നാഷണൽ ലെവലിൽ NDA ഗവൺമെൻറ്റുമായിട്ട് കൈകോർത്താൽ മാത്രമേ കേരളത്തിലൊരു വികസന സാധ്യതയുള്ളൂ. കോൺഗ്രസ്സിൽ ഉള്ള കുറച്ച് വികസന താല്പര്യമുള്ള, വികസനം ആഗ്രഹിക്കുന്ന, ക്രെഡിബിലിറ്റിയുള്ള നേതാക്കളും CPM-ൽ നിന്ന് കേരളവും തിരുവനന്തപുരം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, കേരള സ്നേഹമുള്ള, ക്രെഡിബിലിറ്റിയുള്ള നേതാക്കളും ചേർന്ന് BJP-യിലുള്ള നേതാക്കളും, BJP-യിലും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അതിലുള്ള നേതാക്കളും ചേർന്ന് ഒരു മുന്നണി, പുതിയൊരു സംവിധാനം കേരളത്തിൽ വന്ന് നരേന്ദ്രമോദിയിൽ അഭയം പ്രാപിച്ചാൽ കേരളം പുഷ്പം പോലെ രക്ഷപ്പെടും. ചുവപ്പ് നാടുകൾ കുരുങ്ങിക്കിടക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.